ഹായ് നമസ്കാരം, ഞാൻ സെൽവരാജ്. ഏവർക്കും സ്വാഗതം ഒരിക്കൽ കൂടി. ഇന്ന് എല്ലാവരുമായിട്ട് പങ്കുവെക്കുന്നത് പ്രശസ്തയായ ഒരു വ്യക്തിയുടെ അനുഭവ കുറിപ്പുകൾ അടങ്ങിയിട്ടുള്ള ഒരു ബുക്കിൽ നിന്ന് പ്രത്യേകമായി എനിക്ക് മറ്റുള്ളവരോട് പങ്കുവയ്ക്കണം എന്ന് തോന്നിയ ഒരു വിശേഷം. അതൊരു അനുഭവക്കുറിപ്പാണ് ആ ബുക്കിൽ നിറയെ. അതുകൊണ്ട് തന്നെ ആ ബുക്കിലെ ഓരോ പേജിലും അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് കൂട്ടിക്കൊണ്ടുപോകാവുന്നതാണ്, അല്ലെങ്കിൽ ചിന്തിക്കുകയെങ്കിലും ചെയ്യാവുന്നതാണ്. വളരെ പ്രശസ്തയായ ഒരു വ്യക്തിയാണ്. ആളെക്കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ തീർച്ചയായിട്ടും തരാം. അതിനു മുന്നേ ഞാൻ ഈ ബുക്ക് വായിക്കുവാൻ ഇടയായ സാഹചര്യം കൂടി ഒന്ന് പറയുന്നത് ഉത്തമമായിരിക്കും എന്നെനിക്ക് തോന്നുകയാണ്. എനിക്ക് ഈ ഒരു ബുക്ക് സമ്മാനമായിട്ട് കിട്ടിയതാണ്. എൻ്റെ കൂടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സഹപ്രവർത്തകയായ വ്യക്തി, എൻ്റെ സുഹൃത്തായിട്ടുള്ള ഹേമ എനിക്ക് നൽകിയ ഒരു ബുക്കാണ്. അല്പസ്വല്പം വായനാശീലവും ഒക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിനാലാകാം കൂടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിൽ നിന്ന് മാറി മറ്റൊരു ജോലിയിലേക്ക് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് യാത്ര പറയാൻ വന്നതിനിടയ്ക്ക് എനിക്ക് സമ്മാനിച്ച അമൂല്യമായ ഒരു സമ്മാനം എന്ന് തന്നെ ഞാൻ കരുതുന്ന ഒരു ബുക്ക്. അപ്പൊ ഹേമയാണ് ഈ ഒരു ബുക്ക് വായിക്കാനുള്ള ഒരു സാഹചര്യം എനിക്ക് ഒരുക്കി തന്നതും. അതിനുശേഷം ഞാൻ ഈ എഴുത്തുകാരിയുടെ ബുക്കുകൾ മറ്റു ബുക്കുകൾ വാങ്ങി വായിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ല പാഠങ്ങൾ പകർന്നു കിട്ടാൻ സാധ്യതയുള്ള ഒരു ബുക്കിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതിലൊരു പ്രത്യേക ഒരു അനുഭവം ഒന്ന് ഷെയർ ചെയ്യുകയാണ്. ഈ ബുക്കിന്റെ പേര് വോയിസ് ആൻഡ് അതർ വോയിസ് എന്നാണ്. പേര് കേട്ടപ്പോൾ തന്നെ പലർക്കും ഒരു പക്ഷേങ്കിൽ ധാരണ ഉണ്ടായിട്ടുണ്ടാകാം. വായനാശീലമൊക്കെ ഉള്ളവരാണ് എങ്കിൽ. ലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റ് അഴിഞ്ഞിട്ടുള്ള ഒരു ബുക്കാണ്. ഇതിന്റെ ഗ്രന്ഥകർത്താവ്, എഴുത്തുകാരി എന്ന് പറയുന്നത് മറ്റാരുമല്ല, സുധാമൂർത്തിയാണ്. സുധാമൂർത്തിയെ ഒട്ടുമിക്ക ആളുകൾക്കും അറിയാവുന്നതായിരിക്കണം. എങ്കിലും ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമൊന്ന് പറയുകയാണ്. എഴുത്തുകാരിയാണ്, വിദ്യാഭ്യാസ വിദഗ്ധയാണ്, സാമൂഹിക പ്രവർത്തകയാണ്. കൂടാതെ ഇൻഫോസിസ് എന്ന സ്ഥാപനത്തിന്റെ ചാരിറ്റബിൾ ഓർഗനൈസേഷനായിട്ടുള്ള ഇൻഫോസിസ് ഫൗണ്ടേഷന്റെ ഫൗണ്ടർ കം ചെയർപേഴ്സൺ ആയിട്ടുള്ള വ്യത്യസ്ത മേഖലയിലുള്ള പ്രവർത്തനങ്ങളെ വിലയിരുത്തി രാജ്യം സുധാമൂർത്തിക്ക് പത്മഭൂഷൺ, പത്മശ്രീ എന്നീ മഹത്തായ സിവിലിയൻ ബഹുമതികൾ നൽകി ആദരിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ 2024 മാർച്ച് 8 മുതൽ നമ്മുടെ രാജ്യസഭാ അംഗവും കൂടിയാണ് ശ്രീമതി സുധാമൂർത്തി. ആ സുധാമൂർത്തി എഴുതിയ, എനിക്ക് സമ്മാനമായി ലഭിച്ച ആ ബുക്കിലെ സുധാമൂർത്തിയുടെ ചാരിറ്റി പ്രവർത്തനത്തിന്റെ ഭാഗങ്ങളായി അവർ നടത്തിയിട്ടുള്ള യാത്രകളിൽ നിന്നും മറ്റു പല അവസരങ്ങളിൽ നിന്നും ലഭ്യമായിട്ടുള്ള അനുഭവ കുറിപ്പുകളാണ്. അതിൻ്റെ ഒരു ശേഖരമാണ് ഈ ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബുക്കില് ആ പ്രസക്തമായ, എനിക്ക് മറ്റുള്ളവരോട് പങ്കുവെക്കണമെന്ന് തോന്നിയ ആ ഭാഗത്തെക്കുറിച്ച് മാത്രം ഞാൻ പറയാം. സുധാമൂർത്തി അവരുടെ ഇൻഫോസിസ് ഫൗണ്ടേഷന്റെ ചാരിറ്റി പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അവരൊരിക്കൽ കർണാടകയിലുള്ള സഹ്യാദ്രി ഹിൽസ് സന്ദർശിക്കുവാൻ ഇടയായി. അവിടെ ഒരു സ്കൂളിൽ, ഒരു പ്രൈമറി സ്കൂളിൽ കുട്ടികളുടെ പഠനത്തിന്റെ കാര്യങ്ങളും അവരുടെ സൗകര്യങ്ങളെക്കുറിച്ചും ഒക്കെ ഒന്ന് വിലയിരുത്തുക, അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഒരുക്കി കൊടുക്കുക എന്നുള്ള ആ ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് സുധാമൂർത്തി ഈ പറഞ്ഞ വന മേഖലയിൽ ആ സ്കൂള് സന്ദർശിക്കുന്നത്. അപ്പോൾ ഒരു മഴയുള്ള സമയമായിരുന്നു എന്നാണ് പറയുന്നത്. അവര് ആ പ്രദേശം സന്ദർശിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു വനപ്രദേശങ്ങളിൽ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു കാര്യമാണ് പറയുന്നത്. ആ സ്കൂള് വളരെ ചെറിയൊരു ഓലമേഞ്ഞ ഷെഡ് പോലെയുള്ള സ്കൂള്. ഏകദേശം 50ഓളം കുട്ടികൾ പഠിക്കുന്നു. 2-3 അധ്യാപകരാണ് അവർക്കുള്ളത്.
സാഹചര്യങ്ങളൊക്കെ വളരെ സാധാരണഗതിയിലുള്ളത് എന്ന് തന്നെ നമുക്ക് പറയാം. സാധാരണ മറ്റ് പ്രദേശങ്ങളിൽ കുറച്ചുകൂടി വളർച്ച പ്രാപിച്ച നഗരങ്ങളിലും ഒക്കെ പഠിക്കുന്ന സമപ്രായക്കാരായിട്ടുള്ള കുട്ടികളിൽ നിന്ന് വിഭിന്നമായിട്ട് വളരെ ചെറിയ സൗകര്യങ്ങളിൽ, പരിമിതമായ സൗകര്യങ്ങളിൽ പഠിക്കുന്ന കുട്ടികളുടെ അവസ്ഥ നമുക്കെല്ലാവർക്കും ഊഹിക്കാവുന്നതാണ്. അപ്പോൾ അവിടെ കുട്ടികൾക്ക് മറ്റു കുട്ടികൾക്കുള്ള രീതിയിലുള്ള സൗകര്യങ്ങളൊന്നും തന്നെയില്ല. പിന്നെ 2-3 അധ്യാപകരാണുള്ളത്. ഗ്രാമപ്രദേശമല്ല, വനപ്രദേശമാണ്. ഈ പ്രദേശത്ത് ഈ വനമേഖലയിലൊക്കെ താമസിക്കുന്നവരുടെ ഒരു പ്രത്യേകത, അവർക്കൊരു ഗ്രാമത്തലവൻ അല്ലെങ്കിൽ അവരുടെ ഒരു മുഖ്യൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം പറയുന്നതും അദ്ദേഹത്തിൻ്റെ ജീവിത ദർശനങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ മാർഗങ്ങളും ഒക്കെ അനുസരിച്ചും അനുകൂലിച്ചുമാണ് ബാക്കിയുള്ളവരൊക്കെ അവിടെ പ്രവർത്തിക്കുന്നത്. ഗ്രാമമുഖ്യനെ അവിടങ്ങളിൽ വിളിക്കുന്നത് തണ്ടപ്പ എന്നാണ്. അപ്പോൾ ഈ തണ്ടപ്പയെ സുധാമൂർത്തി കണ്ടു. ഒരു പ്രായം ചെന്ന മനുഷ്യൻ, സാധാരണക്കാരനായ വ്യക്തി, കണ്ടാൽ അധികം വിദ്യാഭ്യാസമുള്ളതൊന്നുമായിട്ട് അനുഭവപ്പെടില്ല. അപ്പോൾ അതുപോലെയുള്ളൊരു വ്യക്തിത്വം. അദ്ദേഹത്തെ കണ്ടു കുറച്ചു നേരമൊക്കെ സംസാരിച്ചു. ആദ്യം അവിടുത്തെ അവസ്ഥകളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി. അതിനുശേഷം ഇവർ തിരിച്ചു വരികയാണ്. വീണ്ടും ഫൗണ്ടേഷന്റെ ചാരിറ്റി പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അവരെ സഹായിക്കുന്നതിന് വേണ്ടി ഒരിക്കൽ കൂടി അവിടെ സന്ദർശനം നടത്തുകയുണ്ടായി. ആ സമയത്ത് അവർ കൊണ്ടുപോയത് കുറച്ച് കുടകൾ, മഴക്കാലമൊക്കെ ആണല്ലോ. അപ്പോൾ കുടകളും അതുപോലെ തന്നെ മറ്റ് കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ട സാധന സാമഗ്രികളുമായിട്ടാണ് ഈ സുധാമൂർത്തി വീണ്ടും ഈ തണ്ടപ്പയെ പോയി കാണുന്നു. അപ്പൊ തണ്ടപ്പയ്ക്ക് ഈ പറയുന്ന കൊണ്ടു ചെന്നിട്ടുള്ള എല്ലാ സാധനങ്ങളും തണ്ടപ്പയെ ഏൽപ്പിക്കുന്നു. ഏൽപ്പിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ പറയുകയാണ്, ഞങ്ങളിങ്ങനെ കൊണ്ടുവന്നതാണ്, ഇന്ന കുട്ടികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്നൊക്കെ പറഞ്ഞു. തണ്ടപ്പ പ്രത്യേകിച്ചൊന്നും പറയാതെ അദ്ദേഹത്തിന്റെ ആ ചെറിയ വീടിന്റെ ഉള്ളിലേക്ക് കടന്നുപോയി. അപ്പൊ സുധാമൂർത്തി പുറത്ത് കുട്ടികളുമായിട്ടൊക്കെ സംസാരിച്ചു കൊണ്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ തണ്ടപ്പ വീണ്ടും വീടിനകത്തു നിന്നും പുറത്തേക്ക് വന്നു. തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ചെറിയ കുപ്പി, കുപ്പിക്കകത്ത് ഒരു ചുവന്ന ദ്രാവകം. അപ്പം സുധാമൂർത്തിയുടെ വാക്കുകളിലൂടെയാണ് ഞാനും ഇത് അറിയുന്നതല്ല, അപ്പൊ അതുകൊണ്ടാണ് ആ രീതിയിലാണ് ഞാൻ പറയുന്നത്. ഒരു കുപ്പിയിൽ കുറച്ച് ചുവന്ന ദ്രാവകം, ഈ ദ്രാവകം അദ്ദേഹം കയ്യിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പൊ അദ്ദേഹം അത് സുധാമൂർത്തിയുടെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു, ഇത് ഞങ്ങൾ പ്രത്യേകമായിട്ട് വിന്റർ സീസണിൽ, അതായത് ആ സമയങ്ങളിൽ, തണുപ്പുള്ള സമയങ്ങളിലൊക്കെ കാട്ടിലെ ഒരു മരത്തിൽ നിന്ന് പറിച്ചെടുത്ത ചില പഴങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പാനീയമാണ് എന്ന് പറയുന്നു. വളരെ നല്ലതാണ്. ഏതാനും മാസങ്ങളോളമൊക്കെ ഇത് നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് സുധാമൂർത്തിക്ക് ഇത് അദ്ദേഹം സുധാമൂർത്തിയുടെ നേരെ നീട്ടി. അപ്പം സുധാമൂർത്തി തീർച്ചയായിട്ടും സാധാരണ എല്ലാവരും ചെയ്യുന്ന മാതിരി തന്നെ ഉള്ള ഒരു പ്രതികരണം തന്നെയായിരുന്നു. എന്ന് വെച്ചാൽ മേടിക്കാനുള്ള ഒരു വൈമനസ്യം. അത് മറ്റൊന്നുകൊണ്ടുമല്ല, ഒരു സാധാരണക്കാരായിട്ടുള്ള മനുഷ്യര്, അവർക്ക് ജീവിതത്തിൽ ധാരാളം പ്രാരാബ്ധങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. അവരെ നമ്മൾ അങ്ങോട്ട് സഹായിക്കുകയാണ് വേണ്ടത്. ഒരിക്കലും തിരിച്ച് ഇങ്ങോട്ട് എന്തെങ്കിലും പ്രതീക്ഷിക്കാതെ മേടിക്കാതെ ചെയ്യുക എന്നുള്ളതാണല്ലോ പൊതുവെ ഒരു ചാരിറ്റി പ്രവർത്തനം എന്നൊക്കെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ ചിന്തിച്ചുകൊണ്ട് സുധാമൂർത്തി അത് വാങ്ങിക്കാനുള്ള വൈമനസ്യം കാണിക്കുന്നു. ആ സമയത്ത് ഈ തണ്ടപ്പ ചെയ്തത്, അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഞാൻ തരുന്ന ഈ എന്താണോ ഞാൻ തരുന്ന ഈ ചെറിയ സാധനം നിങ്ങൾ വാങ്ങിക്കാൻ കൂട്ടാക്കുന്നില്ല എങ്കിൽ നിങ്ങൾ കൊണ്ടുവന്ന ഒരു സാധന സാമഗ്രികളും ഞങ്ങൾ സ്വീകരിക്കില്ല. സുധാമൂർത്തി ഭയങ്കരമായിട്ട് വിഷമത്തിലായി. കാരണം അപ്പൊ ഈ തണ്ടപ്പ വീണ്ടും പറയുന്നു, ഞങ്ങളുടെ ഗ്രാമത്തിൽ, ഞങ്ങളുടെ ഇടയിൽ ഒരു ആചാരം ഉണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ വിലമതിക്കുന്ന ചില മൂല്യങ്ങൾ, ഞങ്ങളുടെ പൂർവികരായിട്ട് ഞങ്ങൾക്ക് പകർന്നു തന്നിരിക്കുന്ന ചില മൂല്യങ്ങളുണ്ട്. അതിലൊന്നാണ്, നമ്മൾ ആരിൽ നിന്നെങ്കിലും എന്തെങ്കിലും സ്വീകരിക്കുകയാണെങ്കിൽ
അതിന് പകരമായി നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത്, നമ്മൾ വിലമതിക്കുന്നത് എന്ന് തോന്നുന്നതും മറ്റുള്ളവർക്ക് ഉപയോഗപ്രദമാണ് എന്ന് വിശ്വസിക്കുന്നതുമായിട്ടുള്ള എന്തെങ്കിലും അവർക്ക് തിരിച്ചു നൽകണം എന്നുള്ളതാണ്. അത് വളരെ ചെറുതാകാം, നമ്മുടെ പരിധിയിൽ ഒതുങ്ങുന്നതായ എന്താണെങ്കിലും തിരിച്ച് എന്തെങ്കിലും ഒന്ന് കൊടുക്കുക കൂടി ചെയ്തിട്ട് വേണം എന്തെങ്കിലും സ്വീകരിക്കണമെങ്കിൽ. അങ്ങനെയല്ലെങ്കിൽ അത് സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഡു നോട്ട് ടേക്ക് വിതൗട്ട് ഗിവിങ്, ഇതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം ഇത് കേട്ടപ്പോൾ സുധാമൂർത്തിക്ക് ഭയങ്കരമായിട്ട് അവരങ്ങ് അത്ഭുതപ്പെട്ടു പോയി. മറ്റൊന്നും കൊണ്ടുമല്ല, അവരുടെ സാമൂഹിക പ്രവർത്തനങ്ങളിലും അതിനോടകം തന്നെ പലപ്പോഴായിട്ട് പല പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. പല കാര്യങ്ങൾ, പല സഹായങ്ങൾ പലർക്കും നൽകിയിട്ടുണ്ട് പല രീതിയിൽ. പക്ഷെ ഒരിടത്ത് നിന്ന് പോലും അത് പല സ്ഥലങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളൊക്കെ തീർച്ചയായിട്ടും ഒരു പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങളൊന്നുമല്ല. പലപ്പോഴും ആളുകൾ കൊടുക്കുന്ന കാര്യങ്ങൾ വെറുതെ കിട്ടുന്നതാണ്, നമ്മുടെ പ്രതിസന്ധികളിൽ നമ്മളെ സഹായിച്ചതാണ്. അത് മറന്നുകൊണ്ട് കൊടുത്ത സാധനങ്ങൾ പോരാ എന്ന് പറയുന്നവരുണ്ടാകും, കൊടുത്ത സാധനങ്ങൾക്ക് ക്വാളിറ്റി ഇല്ല എന്ന് പറയുന്നവരുണ്ടാകും. ഇങ്ങനെ കുറ്റപ്പെടുത്തലുകളും അപവാദങ്ങളും ഒക്കെ കേൾക്കുന്ന, ഇത് പൊതുവെ ചാരിറ്റി പ്രവർത്തനങ്ങളും ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് പലപ്പോഴായിട്ട് ഉണ്ടായിട്ടുള്ളതായിരിക്കാം. നമ്മുടെ ഇടയിലുള്ള ചെറിയ ചെറിയ പ്രവർത്തനങ്ങളിലൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ളവർക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാകാം. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ പൊതുവെ കാഴ്ചയിൽ ഒരു സാധാരണക്കാരനായിട്ടുള്ള വ്യക്തി അതിസാധാരണക്കാരൻ എന്ന് പറയാം. കണ്ടാൽ വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, എന്ന് വെച്ചാൽ ഫോർമൽ എഡ്യൂക്കേഷനൊന്നും നേടിയിട്ടില്ലാത്ത ഒരു വ്യക്തി, അത്രത്തോളം ഒരു വ്യക്തിയിൽ നിന്ന് ഇത്രയും വലിയ ഒരു മെസ്സേജ്, ഒരു സന്ദേശം കേൾക്കുക എന്ന് പറഞ്ഞപ്പോൾ അവർ ശരിക്കും അതിൽ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു പോയി എന്നാണ് പറയുന്നത്. ഇത് ആണ് ഞാൻ പ്രിയപ്പെട്ടവരോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത്. ഡു നോട്ട് ടേക്ക് വിതൗട്ട് ഗിവിങ്. അപ്പം സുധാമൂർത്തി വളരെ സ്നേഹത്തോടു കൂടി, വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹം നൽകിയ ആ ചെറിയ പാനീയമടങ്ങുന്ന ആ ഒരു കുപ്പി സ്വീകരിച്ചു. അപ്പോൾ അവരുടെ വാക്കുകളിൽ തന്നെ ആണ് പറയുന്നത്, ഇതൊക്കെ ശരിക്കും പറഞ്ഞ ജീവിതത്തിലെ ചില അനർഘ നിമിഷങ്ങൾ എന്ന് പറയാൻ കഴിയും. വളരെ നമ്മൾ പല പ്രവർത്തനങ്ങൾ നമ്മളിൽ ഏർപ്പെടുമ്പോൾ നമുക്കൊരു പ്രചോദനമാണ്, നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യണമെന്ന് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്ന, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഇനിയും കൂടുതൽ കൂടുതൽ വേണമെന്ന് തോന്നിപ്പിക്കുന്ന ചില സാഹചര്യങ്ങളാണ്. അതിന് അത്തരം സന്ദേശങ്ങൾ, അത്തരം ഗുണപാഠങ്ങൾ നമുക്ക് പകർന്നു നൽകുന്നത് ഒരു സ്കൂളിലൂടെ ആകണമെന്നില്ല. ആരിൽ നിന്നും നമുക്കത് കിട്ടും, ഇല്ല കിട്ടാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പല വ്യക്തികളിൽ നിന്നും അവരുടെ അനുഭവങ്ങളിൽ നിന്നുമൊക്കെ അറിഞ്ഞ് നമ്മളത് മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകണം. നമ്മളുടെ മക്കളോടും മറ്റുള്ളവരോടുമൊക്കെ ഇങ്ങനെ ഇടയ്ക്കിരുന്ന് സംസാരിച്ച് ഇത്തരം കാര്യങ്ങൾ, അവർക്ക് നല്ല മൂല്യവത്തായിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ സ്വായത്തമാക്കിയിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകി അവരെ നല്ല മനുഷ്യരാക്കി എടുക്കാൻ നമുക്ക് സാധിക്കണം. ഇത് ഏത് തലത്തിലുള്ളവർക്കും ആർക്കും ചെയ്യാവുന്ന കാര്യമാണ്. അതിന് ഒരു കോളേജിലോ യൂണിവേഴ്സിറ്റികളിലോ ഒന്നും പോയി പഠിക്കണമെന്നില്ല. നമ്മുടെ അനുഭവ സാക്ഷ്യങ്ങൾ നമ്മൾ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകിയാൽ, ചിലപ്പോൾ നമ്മൾ 100 പേരോട് ഒരുമിച്ച് നിന്ന് പറഞ്ഞാൽ അതൊരു പക്ഷേ അതിൽ 2-3 പേര് മാത്രമായിരിക്കും. അതിനെ ശ്രദ്ധിക്കുക. അതിനെ സ്വാംശീകരിക്കുമോ എന്നുള്ളത് മറ്റൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും. പക്ഷെ അതിനെ ശ്രദ്ധിക്കുകയും ചിലരെങ്കിലും, അതിൽ ചിലപ്പോൾ ഒരാളെങ്കിലും അത് ജീവിതത്തിൽ പകർത്തിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തേക്കാം. അവിടെയാണ് നമ്മുടെ ഒരു വിജയം എന്ന് പറയുന്നത്. ചുറ്റുവട്ടത്തുള്ള എല്ലാവരെയും നമുക്ക് തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. പക്ഷേ 1-2 പേര് ഒരു പക്ഷേയെങ്കിൽ ഇത്തരമൊരു വാചകങ്ങളോ അല്ലെങ്കിൽ ഇത്തരമൊരു പ്രവൃത്തിയോ കാണുവാനോ കേൾക്കുവാനോ ഉള്ള അവസരത്തിനായിട്ട് ഒരുങ്ങി ഇരുന്നവരുണ്ടാകാം, അല്ലെ? അങ്ങനെ എവിടെ നിന്ന് കിട്ടുമെന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. അത്തരം വ്യക്തികളിൽ നിന്ന് കിട്ടുന്ന ഇത്തരം സന്ദേശം, അവർക്ക് ഇതുപോലെയുള്ള മെസ്സേജസ് കിട്ടുമ്പോൾ അവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു മാറ്റത്തിന് ഒരു കാരണമായേക്കാം ഇത്തരം കാര്യങ്ങൾ. അപ്പോൾ ഈ എളിയനാണ് അല്ലെങ്കിൽ എളിയവനാണ് എന്ന് കരുതിയിരുന്ന ഒരു വ്യക്തിയിൽ നിന്ന് കേട്ട അമൂല്യമായ ഒരു സന്ദേശമാണത്. ഡു നോട്ട് ടേക്ക് വിതൗട്ട് ഗിവിങ്. അദ്ദേഹം അതിൻ്റെ എൻഡിൽ പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ദർ ഈസ് എ ഗ്രേസ്
ഇൻ അക്സെപ്റ്റിംഗ് ഓൾസോ എന്ന് പറയും. അതായത് സ്വീകരിക്കുന്നതിലുമുണ്ട് ഒരു ചാരിതാർത്ഥ്യം എന്ന് പറയുന്നു. കൊടുക്കുമ്പോൾ മാത്രമല്ല സന്തോഷം, സ്വീകരിക്കുമ്പോഴും ആ സന്തോഷം ഉണ്ടായിരുന്നു. എപ്പോഴും എല്ലാത്തിലും അങ്ങനെയാണല്ലോ. ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നല്ല പറയുന്നത്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. എല്ലാവരും പരസ്പരം അറിഞ്ഞ് പ്രവർത്തിക്കുക. എനിക്ക് മാത്രം എന്നുള്ള ചിന്താഗതി മാറ്റിയിട്ട് തിരിച്ചും വേണം, എല്ലാവർക്കും വേണം, അവർക്ക് അർഹതപ്പെട്ടത് വേണം എന്ന് ചിന്തിക്കുന്നിടത്താണ് വിജയം എന്ന് പറയുന്നത്. ഒരു പക്ഷേങ്കിൽ ഹേമ എനിക്ക് എന്നോട് പറയാതെ പറഞ്ഞതും ഇത് തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ ഹേമയ്ക്ക് ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ തിരിച്ച് ഞാൻ പോലും അറിയാതെ, ഞാൻ പോലും പ്രതീക്ഷിക്കാതെ എന്നിലേക്ക് വച്ചു നീട്ടിയ ഒരു ചെറിയ പുസ്തകം, അത് സുധാമൂർത്തി എഴുതിയ വൈസ് ആൻഡ് അതർവൈസ് എന്ന ബുക്കാണ്. ആ ബുക്ക് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അതിൽ സമയം കിട്ടുന്ന സമയങ്ങളിൽ ഓരോ ചാപ്റ്റേഴ്സ് ഒരു പ്രാവശ്യം വായിക്കും, ചിലപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി വായിക്കും. അങ്ങനെ ആണ്. അപ്പോൾ ഹേമയാണ് സത്യത്തിൽ സുധാമൂർത്തി എന്ന ഈ എഴുത്തുകാരിയിലേക്ക് എന്നെ അടുപ്പിച്ചത്. ഇത് എല്ലാവർക്കും ഇതുപോലെയുള്ള ബുക്സൊക്കെ വായിക്കാം. അതുപോലെ തന്നെ മാസികകളിൽ വരുന്ന സ്പെഷ്യൽ ഫീച്ചേഴ്സൊക്കെ വായിക്കാം. ധാരാളം മെസ്സേജസ് ഒക്കെ ഓരോരുത്തരുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളും ജീവിതത്തിലുള്ള കാഴ്ചപ്പാടുകളും അനുഭവങ്ങളും ഒക്കെ നമുക്കറിയാൻ കഴിയും. അപ്പോൾ ഈ ഒരു കാര്യം പ്രിയപ്പെട്ടവർ ഓർത്തിരിക്കുക. നമ്മൾ ആരോട് എന്ത് സ്വീകരിക്കുമ്പോഴും തിരിച്ച് എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ കൂടി ചെയ്യുക. അത് ശരിക്കും പറഞ്ഞൊരു റീഇൻഫോഴ്സ്മെന്റ് ആണ്. സ്കൂളുകളിൽ ടീച്ചേഴ്സ് ചെയ്യാറുണ്ട്. ചെറിയ ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് കൈയുടെ പുറത്ത് സ്റ്റാറൊക്കെ വരച്ചു കൊടുക്കാറുണ്ട്. അതൊരു സന്തോഷമാണ്, വീണ്ടും വീണ്ടും പ്രവർത്തിക്കാനുള്ള സന്തോഷമാണ്. അങ്ങനെ എന്തും നമുക്കിപ്പോൾ ഒരു മെറ്റീരിയൽ എന്ന രീതിയിൽ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു ചിരി സമ്മാനിക്കാം, അല്ലെങ്കിൽ ഒരു വാക്കുകൊണ്ട് അവർക്ക് നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കാം. അതെല്ലാം ഗിഫ്റ്റ് ആണല്ലോ, അല്ലേ? അങ്ങനെ ഏത് രീതിയിലാണെങ്കിലും നമ്മൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ പകർന്നു കൊടുക്കുക, തിരിച്ചു നൽകുക. അത് സമൂഹത്തോടാണെങ്കിൽ പോലും തിരിച്ചു നൽകുക നമ്മളാൽ കഴിയുന്ന രീതിയിലാണ്. അല്ലാതെ അതിന് സമാനമായിട്ടുള്ള വിലമതിക്കുന്ന എന്തെങ്കിലും കൊടുക്കുക എന്നുള്ളതിലല്ല. നമ്മളാൽ കഴിയുന്ന രീതിയിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ, ചെറിയ ഉപദേശങ്ങളാണെങ്കിൽ പോലും, ചെറിയ ഇൻഫർമേഷൻ ആണെങ്കിൽ പോലും അത് തീർച്ചയായും ഒരു തിരിച്ചു കൊടുക്കലായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സാമൂഹിക പ്രതിബദ്ധത കൂടി എല്ലാവരും വച്ചു പുലർത്തുക. വളരെ സന്തോഷം. അപ്പോൾ ഇതാണ് ഇന്ന് എനിക്ക് എല്ലാവരോടുമായിട്ട് എനിക്ക് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. വൈസ് ആൻഡ് അതർവൈസ് ബൈ സുധാമൂർത്തി. നല്ലൊരു ബുക്കാണ്. പറ്റുമെങ്കിൽ വായിക്കുക, അതിൽ മൂല്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുക, മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുക. സന്തോഷപൂർവ്വം. താങ്ക് യു വെരി മച്ച്.